എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ പ്രധാന ഒരു കൂട്ടാനാണ്. അമ്പലത്തിലെന്ന് വെച്ചാൽ അവിടെ ഊണുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെന്നല്ല എപ്പോഴത്തെയും പ്രധാന ഒരു കൂട്ടാൻ എന്ന് പറയുന്നത് രസകാളനാണ്. അപ്പോൾ ഇന്ന് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അധികം താമസിക്കേണ്ട, അതിനുള്ള ചേരുവകളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ രസകാളന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ചേന, മുരിങ്ങക്കോല്, പിന്നെ ഇത് കുമ്പളങ്ങ, മത്തങ്ങ, കായ്. ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രസകാളന് പല കഷ്ണങ്ങളും ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടുള്ളത് ഇത്രയും കഷ്ണങ്ങളാണ് ചേർത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ളതും ഇങ്ങനെ കഷ്ണങ്ങൾ ഇട്ടിട്ടാണ്. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് തേങ്ങ അരയ്ക്കാനാണ്. ഒരു മുറി തേങ്ങ ഞാനിവിടെ മുറിച്ചെടുത്തതാണ്. എളുപ്പപ്പണിക്ക് വേണ്ടി മുറിച്ചു എന്നേ ഉള്ളൂ. അതേപോലെ 2-3 ചുവന്ന മുളകും 3 പച്ചമുളകും. ഇത് കാശ്മീരി മുളകാണ്. പിന്നെ വേണ്ടത് മോര്. തൈരല്ല കേട്ടോ എടുക്കേണ്ടത്, മോര് തന്നെയാണ്. തൈരാണ് ഉള്ളതുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ച് മോരാക്കി എടുക്കണം. പിന്നെ വേണ്ടത് പുളിയാണ്. വാളംപുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര വേണം. പിന്നെ വേണ്ടത് കടുക്, മുളക്, കറിവേപ്പില. കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അതേപോലെ ഉപ്പും മഞ്ഞളും വേണം. അത് ഞാനിവിടെ വച്ചില്ലാന്നേ ഉള്ളൂ. ആദ്യം ചേന നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചേനയ്ക്ക് ഇത്തിരി വേവുണ്ടല്ലോ. ബാക്കി നമ്മൾ ചേന വെന്തിട്ട് അതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ ആദ്യം നമുക്ക് ചേന വേവിക്കാൻ വയ്ക്കാം. ചേന ഇട്ട് കൊടുക്കാം. ചേന കുറച്ച് വേവുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഒരുപാട് വലിയ കഷ്ണമാക്കി മുറിച്ചിട്ടില്ല. നമുക്കിത് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് തേങ്ങയും മുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അരയ്ക്കാൻ. അപ്പോൾ അതിൻ്റെ കൂടെ 1-2 കാര്യങ്ങളും കൂടെ വറുത്ത് ചേർക്കാനുണ്ട്. അതായത് കുറച്ച് പച്ചരി, ഉലുവ, കുരുമുളക്, ഇത്രയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും വേണ്ട, അല്ലാതെ നല്ലോണം മൂപ്പിച്ചെടുക്കണം. 1 ടീസ്പൂൺ പച്ചരിയാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ പച്ചരി ഒന്ന് ചൂടായിട്ട് ഉലുവയും കുരുമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. പച്ചരിക്ക് ഇത്തിരി മൂപ്പ് കൂടുതലുണ്ടല്ലോ. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പച്ചരി ഒന്ന് ചൂടായിട്ടുണ്ട്, അന്നേരമാണ് ഇട്ട് കൊടുത്തത്. കുറച്ചൊന്ന് മൂത്ത് വന്നപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തു. അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചുമക്കണം. ഇതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഇത് തേങ്ങയുടെ കൂടെ അരയ്ക്കാനുള്ളതാണ്. ഞാനിവിടെ ചേന വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. ചേനയിൽ ഉപ്പും മഞ്ഞളും ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് മറ്റ് കഷ്ണങ്ങൾ ഇടുമ്പോൾ ഇട്ട് കൊടുക്കാം. അതേപോലെ പുളിയും മോരും, ഇത് രണ്ടും ചേരുന്നതാണ് രസകാളൻ എന്ന് പറയുന്ന കൂട്ടാൻ. അപ്പോൾ അത് പുളിശ്ശേരിയല്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ല വരുന്നത്. ഇതിൽ ജീരകമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ചിലർ ചേർക്കാറുണ്ടാവുമായിരിക്കും, ഞാൻ ചേർക്കാറില്ല. ഇത്രയാണ് ചേർക്കാറ്. അപ്പം മറ്റ് കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുളിയിൽ വേണം മറ്റ് കഷ്ണങ്ങളും ചേനയും ഒക്കെ ഒന്നും കൂടെ വേവാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആ കഷ്ണങ്ങളൊക്കെ ഇടുമ്പോഴാണ് പുളി പിഴിഞ്ഞൊഴിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ചേന ഇവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ആ തേങ്ങയെല്ലാം ഒന്ന് അരച്ച് കൊണ്ടുവരാം. ചേന ഇവിടെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മറ്റ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മുരിങ്ങാക്കോൽ ഇപ്പോൾ ഇടണ്ട കേട്ടോ. ഇത് ഒരു പകുതി വേവാകുമ്പോൾ മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിലേ പിഞ്ച് മുരിങ്ങാക്കോൽ അത് വേഗം വെന്ത് കലങ്ങിപ്പോവും. നമുക്ക് ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പും കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. കഷ്ണത്തിന് മാത്രമുള്ളതാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, പുളിവെള്ളത്തിലാണ് ഇനി ഇത് വേവേണ്ടത്. പിന്നെ കുമ്പളങ്ങയും മത്തങ്ങയും കായൊക്കെ വേഗം വേവുന്ന സാധനം തന്നെയാണ്. ചേന പോലെയല്ല, ചേനയ്ക്കാണ് ഇത്തിരി വേവുള്ളത്. അപ്പോൾ നമുക്ക് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കാം. പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് സംശയം തോന്നാല്ലേ പുളിയും മോരും എല്ലാം കൂടെ പുളിയൊക്കെ അധികമാവുമെന്ന്. അധികമൊന്നും ആവില്ല.
പാകത്തിന് പുളിയുള്ള മോരെടുക്കണം. ഒരുപാട് പുളിയുള്ള മോരെടുക്കണ്ട. പാകത്തിന് പുളിയുള്ള മോര്. അതുപോലെ നമ്മൾ ലേശമല്ലേ പുളിയും പിഴിഞ്ഞൊഴിച്ചുള്ളൂ. അപ്പോൾ അധികമൊന്നും ആവില്ല. പിന്നെ ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ശർക്കരയും കൂടി ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. പിന്നെ ഇതെനിക്ക് ചേച്ചി പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ അവിടെ നിന്ന് ഒരുപാട് തവണ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ ചേച്ചിയുടെ ഒക്കെ ഒന്ന് കൂട്ടിയതേ ഉള്ളൂ. അപ്പം ഇന്ന് എന്തായാലും ഗുരുവായൂരപ്പൻ്റെ ഏകാദശി എല്ലാം ആണല്ലോ. അപ്പോൾ ആ വിഭവം തന്നെ ഒന്ന് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചതാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് മുരിങ്ങാക്കോലും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മറ്റ് കഷ്ണങ്ങൾ ഇട്ടില്ലേ, അതെല്ലാം ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ വേവട്ടെ. ഇപ്പോൾ കുറച്ച് സമയമായില്ലേ നമ്മൾ മുരിങ്ങാക്കോലും ഒക്കെ ഇട്ടിട്ട്. ഇത് വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട്, എല്ലാ കഷ്ണവും വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം. തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. തേങ്ങ, പച്ചമുളക്, 2-3 ചുവന്ന മുളക്, നമ്മൾ വറുത്ത് വെച്ചില്ലേ ഉലുവ, അരി, കുരുമുളക്, ഇത്രയും ചേർത്ത് അരച്ചെടുത്തതാണ്. നമുക്ക് ഈ സമയത്ത് തന്നെ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ശർക്കര ഇവിടെ ഇങ്ങനെ മുറിച്ച്, അതായത് ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ഇട്ട് ആകുമ്പോൾ അലിയാൻ കുറച്ച് താമസമല്ലേ, ഇങ്ങനെ ആകുമ്പോൾ വേഗം അലിഞ്ഞോളും. തേങ്ങ ചേർത്തിട്ട് കുറച്ച് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. തേങ്ങ വേവണം, എന്നിട്ടാണ് നമ്മൾ മോര് ഒഴിക്കേണ്ടത്. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തേങ്ങ തിളച്ചോളൂ. ഏകാദശിയായിട്ടൊരു പാട്ട് വേണ്ടേ? വേണോ? വേണം. അപ്പം പഠിപ്പിച്ചാന്ന് പറഞ്ഞിട്ട് ആ അത് പാട്ട്. അത് പാടാം. അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ്, അത് പാടാം. നെയ്യുന്നു പീതാംബരമീ സന്ധ്യകൾ രാവാൽ, പയ്യെല്ലാം വാർക്കുന്നു പാൽ മാധുരിയല്ലോ. ഓടക്കുഴലൂതുന്നു കാടെല്ലാം ഭഗവാൻ, ചൂടുന്നൊരു പീലി തിരുമുടിയോ മഴമേഘം. ഓടക്കുഴലൂതുന്നു കാടെല്ലാം ഭഗവാൻ, ചൂടുന്നൊരു പീലി തിരുമുടിയോ മഴമേഘം. തിരുമുടിയോ മഴമേഘം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ, വഴികാട്ടുക വഴികാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ, അമൃതം പോലൂറിയിടുക നാരായണ നാമം. ഹരിനാരായണ നാമം, ഹരിനാരായണ നാമം. ഇതിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, തൈരല്ല ഒഴിക്കേണ്ടത്, നല്ല മോരായിട്ട് തന്നെ ഒഴിക്കണേ. തൈരാണെങ്കിൽ ഒന്ന് കട്ടയുടച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പെല്ലാം പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ഇതിവിടെ ഇപ്പം എന്താ പതഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഇങ്ങനെ കണ്ടോ, അന്നേരം ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കണ്ട. പിന്നെ കച്ചട്ടിയിൽ ഇരുന്നിട്ടും അത് ഇതാ കണ്ടോ, കുറേശ്ശെ തിള വരുന്നുണ്ട്. അപ്പം നമുക്കത് നേരത്തെ ഓഫ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അതിലിരുന്ന് ആയിക്കോളും. ഇനി ഒരു കടുക്, മുളക്, കറിവേപ്പില എല്ലാം നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. കടുകും മുളകും കറിവേപ്പില എല്ലാം നമ്മൾ വറുത്തിട്ടു. ശരിക്കും നല്ല സ്വാദാണ് കേട്ടോ ഈ കൂട്ടാൻ. ഞാൻ ഒരുപാട് തവണ കൂട്ടിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട് ഉണ്ടാക്കണത്. പച്ച കരിവേപ്പില, തളിര്
കറിവേപ്പില നമുക്ക് ഇങ്ങനെ വച്ചു കൊടുക്കാം ഒരു ഭംഗിക്ക്. കാണിച്ചാൽ മണി. അപ്പോൾ ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഗുരുവായൂർ ഇന്ന് ഗോതമ്പ് ചോറും ഗോതമ്പിൻ്റെ തന്നെ പായസവും രസകാളനും ഒക്കെയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഏകാദശിയാണ്. അരിയാഹാരം ഉണ്ടാവില്ല. അപ്പം എന്താ പറയുക, ഇങ്ങനെ ഒരു കൂട്ടാനും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ സുഖമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ്പായസം ബൈ ചിമ്മു എന്ന് പറയുന്ന എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.